കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് സ്ത്രീകൾക്ക് ഫ്രീ എന്നതാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പുരുഷൻ എന്ന വ്യക്തിയെ മനുഷ്യനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? സ്ത്രീകൾ മാത്രമാണോ മനുഷ്യനായി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, മനുഷ്യനായി കണ്ടിട്ടുള്ളൂ? ഒരു ആനുകൂല്യങ്ങളാണെങ്കിലും നിയമ നടപടികളാണെങ്കിലും അത് സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിയമ നടപടികളും കൊണ്ടുവരാതിരിക്കുക. എല്ലാ നിയമ നടപടികളും ആനുകൂല്യങ്ങളും സ്ത്രീകൾക്ക് കൊടുത്തത് കൊണ്ട് സ്ത്രീകൾ ഇപ്പോൾ മാനം മുട്ടുവോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർ ഒന്നുമല്ലാതെയായി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടുമിരിക്കുന്നു. അതെന്തായാലും ഇനിയെങ്കിലും അങ്ങനെ ഇല്ലാതെയാക്കുക. എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് നടപ്പിലാക്കുക നിയമ നടപടികളും ആനുകൂല്യങ്ങളും എല്ലാം. അതേപോലെ കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് ഫ്രീ ആയി നടത്തുമ്പോൾ അതിലേക്ക് വേണ്ട ഇന്ധനം, അതേപോലെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ള സ്പെയർ പാർട്സുകൾ, ഇതൊന്നും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുകയില്ല. ഇതെല്ലാം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്രീ സർവീസ് നടത്തുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇവിടെ ഫ്രീ സർവീസ് നടത്തിക്കൊണ്ട് മറ്റു പല ഉൽപ്പന്നങ്ങളിലൂടെ വിലക്കയറ്റി ഇവിടുത്തെ സർവീസ് കറക്റ്റ് ആക്കുവാനായിട്ട് നിങ്ങൾ ഫ്രീ സർവീസ് നടത്തേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കണു എന്ന് പറഞ്ഞ് മറ്റു എല്ലാ ഇനങ്ങളിലും വില കൂട്ടി വിറ്റ് അതിലെ വിഹിതം ഇവിടെ കൊണ്ടുവന്ന് നികത്തുവാനായിട്ട് ഇങ്ങനെ ഒരു ഓഫറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ പോട്ടെ. പിന്നെ നിങ്ങൾ ഇവിടെ ഫ്രീ സർവീസ് നടത്തുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കഞ്ഞിയിലും കൂടിയാണ് പാറ്റിയിടുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. പ്രൈവറ്റ് ബസ്സുകാരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആ സർവീസ് നടത്തിയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ പലവരും ജീവിച്ചു പോകുന്നത്. അവരുടെ കഞ്ഞിയിലാണ് നിങ്ങൾ പാറ്റിയിടാൻ ശ്രമിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ബസ്സിന് ഓടിയല്ല കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ഇൻഷുറൻസ്, ടാക്സ്, നികുതി എല്ലാം അടച്ചു ഓടുന്നത്. അതിൽ ആളുകൾ കയറാനില്ലെങ്കിൽ അവരെല്ലാം ഈ പരിപാടിയെല്ലാം നിർത്തി വൻ നഷ്ടത്തിൽ ജീവൻ തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയും ഇതിലൂടെ ചിലപ്പോൾ വന്നു എന്ന് വരാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓഫറുകളെല്ലാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് ആലോചിക്കുക. കെ.എസ്.ആർ.ടി.സി ബസ്സിന് ഇൻഷുറൻസ്, പൊല്യൂഷൻ എന്നെല്ലാം പറയുന്നത് സർക്കാർ വഹിക്കും. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർക്ക് ആരും വഹിക്കാനില്ല. അതിന്റെ ഉടമ തന്നെ വഹിക്കണം. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അതിലെ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കണം. പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അതിന്റെ ഒരു ഉടമയാണ്. അതുകൊണ്ട് അവരുടെ കഞ്ഞിയിൽ കൂടി പാറ്റിയിടാതെ നല്ല രീതിയിൽ എല്ലാവരും സർവീസ് നടത്തി നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.